എല്ലാ പ്രിയപ്പെട്ടവർക്കും പുസ്തക പരിചയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി. പുസ്തക പരിചയത്തിൽ ജോർജ് സ്റ്റീഫൻസന്റെ ട്രഷർ ഐലൻഡ് എന്ന നോവലിൻ്റെ 3-ാം ഭാഗം ശ്രദ്ധിക്കാം. ഞാൻ എൻ്റെ ആകുലതകൾ അമ്മയുമായി പങ്കുവച്ചു. അടുത്ത പടിയിലേക്ക് കടക്കും മുമ്പ് അയൽപക്കത്തേക്ക് പോയി ആളുകളുടെ സഹായം തേടാമെന്ന് ഞങ്ങൾ കരുതി. ആ ഗ്രാമപ്രദേശം മലയുടെ മറുവശത്തായിരുന്നു. അതുകൊണ്ട് തന്നെ സത്രത്തിൽ നിന്ന് കാണാൻ പറ്റില്ല. എങ്കിലും ഞങ്ങൾ അവിടേക്ക് പോയി. അമ്മ അയൽക്കാരോട് ഞങ്ങൾ അനുഭവിച്ച കഥകളൊക്കെ വിവരിച്ചു. ക്യാപ്റ്റനെ പറ്റിയും അയാളെ തേടിയെത്തിയ അപരിചിതനെ പറ്റിയുമൊക്കെ. അവസാനം അമ്മ പറഞ്ഞു, ക്യാപ്റ്റൻ ഞങ്ങൾക്ക് ഒരുപാട് പണം തരാനുണ്ട്. അയാളുടെ ആഹാരത്തിൻ്റെയും താമസത്തിൻ്റെയും ഒക്കെ ചെലവ്. അയാളുടെ പെട്ടിയിൽ പണം കാണുമെന്ന് ഞങ്ങൾ കരുതുന്നു. ആ പെട്ടി ഇപ്പോഴും സത്രത്തിലെ അയാളുടെ മുറിയിലുണ്ട്. ഞങ്ങൾക്ക് സത്രത്തിലേക്ക് പോകണം. നിങ്ങൾ ആരെങ്കിലും ദയവായി ഞങ്ങളോടൊപ്പം ആ സത്രത്തിലേക്ക് പോകാൻ ഒന്ന് വരുമോ? അമ്മ അത്രയും ചോദിച്ചു. ഇത് കേട്ട് ഗ്രാമത്തിലെ പുരുഷന്മാരൊക്കെ മടിച്ചു നിന്നു. സ്ത്രീകളാകട്ടെ അസ്വസ്ഥതയോടെ ഞങ്ങളെ ഒളിഞ്ഞു നോക്കി. അവർക്കാർക്കും ഞങ്ങളുടെ കൂടെ വരാൻ ധൈര്യമുണ്ടായിരുന്നില്ല. അത് അബദ്ധമായിരിക്കും, ഒരാൾ പറഞ്ഞു. നമ്മുടെ ജീവൻ ബലികൊടുക്കുന്നതിന് പകരം നമുക്ക് ഡോക്ടർ ലിവ്സിയെ അറിയിക്കാം. ഡോക്ടർ ലിവ്സിയുടെ വീട്ടിലേക്ക് പോയി. സത്രത്തിൽ നടന്നതൊക്കെ അറിയിക്കാമെന്ന് അയൽക്കാരൻ സമ്മതിച്ചു. ഞങ്ങൾക്ക് ഒട്ടും സമയം കളയാനില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സത്രത്തിലേക്ക് തന്നെ മടങ്ങി. അകത്തേക്ക് കയറി കതകടച്ചു. സത്രത്തിലെ താമസത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും വകയിൽ ക്യാപ്റ്റൻ ഒരുപാട് പണം ഞങ്ങൾക്ക് തരാനുണ്ടായിരുന്നു എന്നാണല്ലോ. ക്യാപ്റ്റൻ്റെ അവസാന വാക്കുകൾ ഓർത്ത് ഞാൻ അയാളുടെ ശവശരീരത്തിന് ചുറ്റും നോക്കി. ക്യാപ്റ്റൻ്റെ നീട്ടിയ കൈകൾക്കരികിൽ ഒരു ചെറു കടലാസ് തുണ്ട് കിടക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് അന്ധനായ യാചകൻ ക്യാപ്റ്റന് കൊടുത്തതാണ്. ഇതനുസരിച്ച് ക്യാപ്റ്റന് പ്രവർത്തിക്കാൻ അവർ ഇന്ന് രാത്രി 10 മണി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. അതെ, അയാളുടെ പെട്ടി പരിശോധിക്കാൻ നമുക്ക് ഇന്ന് രാത്രി 10 മണി വരെ സമയമുണ്ട്, ഞാൻ വിശദീകരിച്ചു. അമ്മ പറഞ്ഞു, മെഴുകുതിരി കത്തിക്കോ ജിം, ഈ മുറിയൊക്കെ ഇരുട്ടാകുന്നത് നീ കാണുന്നില്ലേ? അങ്ങനെ ഒടുവിൽ ക്യാപ്റ്റൻ്റെ പെട്ടി തുറന്നു. പരിശോധിക്കാൻ ഞാനും അമ്മയും തീരുമാനിച്ചു. ഞങ്ങൾ മെഴുകുതിരി കത്തിച്ച് ക്യാപ്റ്റൻ്റെ മുറിയിലേക്ക് പോയി. നാവികൻ്റെ പെട്ടി പൂട്ടിയ നിലയിലായിരുന്നു. താക്കോലിന് വേണ്ടി ഞങ്ങൾ എല്ലായിടത്തും പരതി, പക്ഷേ അത് മാത്രം കണ്ടില്ല. അത് ക്യാപ്റ്റൻ്റെ കയ്യിൽ തന്നെ കാണും. ഞാൻ അതും പറഞ്ഞ് ക്യാപ്റ്റൻ്റെ മൃതശരീരം കിടന്ന താഴത്തെ നിലയിലേക്ക് ഓടി. പോക്കറ്റിലില്ല. ക്യാപ്റ്റൻ്റെ കഴുത്തിൽ ഒരു മാലയിൽ കൊരുത്തിട്ടിരിക്കുകയായിരുന്നു താക്കോൽ. അതെടുത്തുകൊണ്ട് ഞാൻ തിടുക്കത്തിൽ മടങ്ങി. പെട്ടിയുടെ മൂടി തുറന്നപ്പോൾ ഞങ്ങൾ അമ്പരന്നു. ആ ട്രങ്കിൽ ഒരുപാട് വിചിത്രങ്ങളും അപൂർവങ്ങളുമായ വസ്തുക്കളുണ്ടായിരുന്നു. അതെല്ലാം നിലത്തേക്കിട്ട് പെട്ടി ഞാൻ ഒഴിച്ചെടുത്തു. ഏറ്റവും അടിയിൽ 2 സാധനങ്ങൾ കണ്ടു. ഒരു തുണിസഞ്ചി നിറയെ സ്വർണ്ണ നാണയങ്ങൾ, മറ്റൊന്ന് എണ്ണയിൽ സംസ്കരിച്ചെടുത്ത തുണി കൊണ്ട് പൊതിഞ്ഞ ഒരു ചെറിയ കെട്ടും. ആദ്യം പണമെടുക്കാം. അമ്മ പണസഞ്ചി എടുത്ത് പണം എണ്ണാൻ തുടങ്ങി. നമുക്ക് വരാനുള്ള പണം മാത്രമേ ഞാൻ എടുക്കൂ. 1 രൂപ കൂടുതൽ വേണ്ട, 1 രൂപ കുറവും വേണ്ട. അമ്മ ശ്രദ്ധിച്ചേ, ഞാൻ പറഞ്ഞു. അമ്മ പണം എണ്ണുന്നത് നിർത്തി. സത്രത്തിലേക്കുള്ള വഴിയിൽ അന്ധയാചകൻ്റെ വടിയുടെ ഒച്ചയുടെ ടപ്പ് ടപ്പ് സൗണ്ട് കേട്ടു. അന്ധയാചകൻ വാതിലിനടുത്തെത്തി. അയാൾ കതക് തുറക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അകത്തുനിന്നും സാക്ഷയിട്ടിരുന്നതിനാൽ അയാൾക്ക് തുറക്കാൻ കഴിഞ്ഞില്ല. കുറെ കഴിഞ്ഞപ്പോൾ വടിയൊച്ച അകന്നകന്നു പോകുന്നത് കേട്ടു. പെട്ടി അടയ്ക്കുമ്പോൾ സത്രത്തിൻ്റെ വെളിയിൽ വെടിയൊച്ച മുഴങ്ങി. കുറച്ചകലെ ജാഗരൂകനായി നിന്ന 3 റവന്യൂ ഓഫീസർമാരും ആ ശബ്ദം കേട്ടു. പാഞ്ഞു വന്ന അവർ സത്രത്തിന് പുറത്ത് കൊള്ളക്കാരുടെ ഒരു സംഘത്തെയാണ് കണ്ടത്. പോലീസിനെ കണ്ട അവർ ജീവനും കൊണ്ട് ഓടി. അന്ധനായ മനുഷ്യനാകട്ടെ ചുറ്റും തപ്പിത്തടഞ്ഞ് നടക്കുകയും പാഞ്ഞുപോയ കുതിരയുടെ കാലിനടിയിൽപ്പെട്ട് ചതഞ്ഞരയുകയും ചെയ്തു. കൊള്ളക്കാർ ക്യാപ്റ്റൻ്റെ പെട്ടിയിൽ കണ്ട സഞ്ചിയുടെ പുറകെയാണ് എന്നാണ് ഒരു തോന്നൽ എനിക്കുണ്ടായി. അതുകൊണ്ട് ഡോക്ടർ ലിവ്സിയുടെ അരികിലേക്ക് എന്നെ എത്തിക്കാൻ ഞാൻ പോലീസ് ഓഫീസറോട് പറഞ്ഞു. അപ്രകാരം ടൗൺ ഹാളിൽ പ്രഭുവായ ട്രൈലാവിനുമായി സംസാരിച്ചു കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഞാൻ എത്തുകയും ചെയ്തു. ഹായ് ജിം, ഒരൊറ്റ ദിവസം തന്നെ നിനക്ക് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കടക്കേണ്ടി വന്നു അല്ലേ? ഡോക്ടർ ചോദിച്ചു. ഇപ്പോൾ നിനക്ക് കഴിക്കാൻ എന്തെങ്കിലുമാണ് വേണ്ടത്. അത് കഴിച്ച് നീ അല്പം വിശ്രമിക്കുമോനെ. പ്രഭു പാചകക്കാരനെ വിളിച്ച് ഉടനെ കുറച്ച് ഭക്ഷണം വരുത്തിച്ചു. അതിനുശേഷം ബില്ലി ബോസിനെ കുറിച്ച് പറഞ്ഞതെല്ലാം ശ്രദ്ധയോടെ കേട്ടു. അതിനിടയിൽ ഫ്ലിൻറ്റിനെ പറ്റിയും ഞാൻ പറഞ്ഞു. ആ പേര് കേട്ടപ്പോൾ അവരുടെ മുഖം തെളിഞ്ഞു. അയാൾ ഒരുപാട് കപ്പലുകൾ പിടിച്ചെടുത്ത് ആളുകളെ കൊള്ളയടിച്ചവനാണ്. കൊള്ള മുതലുകളെല്ലാം അജ്ഞാതമായ ഏതോ ദ്വീപിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. ആ കൊള്ള മുതൽ ഒരു വൻനിധി തന്നെയാണ്.
സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ ആ പൊതി അദ്ദേഹത്തെ കാണിച്ചു. ഒരു ദ്വീപിൻ്റെ ഭൂപടമായിരുന്നു അത്. ഒളിപ്പിച്ചു വെച്ച നിധി എവിടെയാണെന്ന് അതിൽ വെളിവാകുന്നു. ആ ഭൂപടത്തിൻ്റെ മറുപുറത്ത് ചില നിർദ്ദേശങ്ങളും എഴുതിയിട്ടുണ്ട്. ആ ദ്വീപിലേക്ക് പോകാനും നിധി കണ്ടെടുക്കാനും പ്രഭു തീരുമാനിച്ചു. അവരോടൊപ്പം ചെല്ലുവാൻ അദ്ദേഹം എന്നെയും ക്ഷണിച്ചു. പ്രിയപ്പെട്ടവരെ, ഉദ്വേഗഭരിതമായ ഈ നോവലിൻ്റെ 4ാം ഭാഗം നമുക്ക് നാളെ ശ്രമിക്കാം. എല്ലാവർക്കും നന്ദി.